പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു മാസക്കാലമായി വാർത്താ ചാനലുകളിൽ കണ്ട ചില വാർത്താ തലക്കെട്ടുകൾ നമുക്കൊന്ന് നോക്കാം. കൊച്ചിയിൽ ലഹരിക്കടിമയായ 9ാം ക്ലാസ്സുകാരൻ പ്രായപൂർത്തിയാകാത്ത സഹോദരിയെ പീഡിപ്പിച്ചു. കൊച്ചിയിൽ ലഹരിക്കടിമയായ 12കാരൻ 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA നൽകി ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത് 3 ലക്ഷം രൂപ. വിവരമറിഞ്ഞതോടെ വീട്ടുകാരെ കുട്ടി ആക്രമിച്ചു. കോഴിക്കോട് MDMA കവറോടെ വിഴുങ്ങിയ യുവാവ് മരിച്ചു. കോഴിക്കോട് മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് ഭാര്യയെ വെട്ടിക്കൊന്നു. തിരുവനന്തപുരം കിളിമാനൂരിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ അടിച്ചുകൊന്ന് യുവാവ്. കൊച്ചിയിൽ മദ്യലഹരിയിൽ നേപ്പാളി യുവതി SIയുടെ മൂക്ക് ഇടിച്ചു തകർത്തു. സംസ്ഥാനത്ത് ഒരു വർഷത്തിനിടെ മയക്കുമരുന്ന് കുത്തിവെപ്പിലൂടെ HIV ബാധിച്ചത് 52 പേർക്ക്. അസുഖബാധയ്ക്ക് കാരണം സിറിഞ്ചുകൾ പങ്കുവെച്ചത്. വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗത്തിന് സൂചി പങ്കിട്ട് 9 പേർക്ക് HIV. തിരുവനന്തപുരത്ത് കിടപ്പ് രോഗിയായ 72കാരിയായ അമ്മയെ ലഹരിക്കടിമയായ മകൻ ബലാത്സംഗം ചെയ്തു. 45കാരൻ കസ്റ്റഡിയിൽ. കൊല്ലത്ത് മദ്യലഹരിയിൽ ആത്മഹത്യാശ്രമം. അനുനയിപ്പിച്ച രക്ഷിച്ചയാളെ 20കാരൻ വെട്ടിക്കൊന്നു. താമരശ്ശേരി പുതുപ്പാടിയിൽ ലഹരിക്കടിമയായ 25കാരൻ കിടപ്പിലായ മാതാവിനെ വെട്ടിക്കൊന്നു. ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കാത്തതിന് 14കാരൻ ഉമ്മയുടെ കഴുത്തറുത്തു. നൊന്തു പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയെയും സ്നേഹിച്ച് കൂടെ ഇറങ്ങിവന്ന് ജീവിത പങ്കാളിയായ ഭാര്യയെയും വെട്ടിക്കൊല്ലുന്നവർ. അമ്മയെന്നോ സഹോദരിയെന്നോ മകളെന്നോ വ്യത്യാസമില്ലാതെ നടത്തുന്ന ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ, ആത്മഹത്യകൾ, സ്കൂൾ വിദ്യാർത്ഥികൾ വരെ പ്രതിയാകുന്ന മോഷണങ്ങൾ, എല്ലാത്തിനും പിന്നിൽ ഒരേ ഒരു വില്ലൻ, ലഹരി. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, മദ്യം കുടിക്കരുത്, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്ര സംഭവം കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു തൻ്റെ അനുയായികളോട് ഒരു സംഭവം. തൻ്റെ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച്. അദ്ദേഹം ഭൗതിക ചിന്തകളൊക്കെ വെടിഞ്ഞ് ഈശ്വര ചിന്തയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയിരിക്കെ ആ വ്യക്തിയിൽ ആ നാട്ടിലെ ഒരു ദുഷ്ടയായ സ്ത്രീ ആകൃഷ്ടയായി. അങ്ങനെ ആ ദുഷ്ടയായ സ്ത്രീ ആ വ്യക്തിയെ തൻ്റെ ഇംഗിതത്തിന് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ തെറ്റായ കാര്യങ്ങളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വരില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ തൻ്റെ വൃത്തിയെ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഒരു സാക്ഷി പറയുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് വരാൻ വേണ്ടി പറഞ്ഞേക്കുകയുണ്ടായി. അങ്ങനെ സാക്ഷി പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹം ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വരികയും അങ്ങനെ അദ്ദേഹം ആ സ്ത്രീയുടെ വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ വാതിലുകളെല്ലാം അടക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ആ വീട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എനിക്ക് സാക്ഷി പറയാൻ വേണ്ടിയല്ല, മറിച്ച് എൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതല്ലെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ഈ കൊച്ചുകുട്ടിയെ നിങ്ങൾ കൊലപ്പെടുത്തുക, അതുമല്ലെങ്കിൽ ഇവിടെ വച്ചിരിക്കുന്ന ഈ പാത്രത്തിലുള്ള മദ്യം നിങ്ങൾ കഴിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാതെ ഞാൻ നിങ്ങളെ ഇവിടെ നിന്നും പോകാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നാട്ടുകാർക്കിടയിൽ മോശക്കാരനാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അങ്ങനെ അവിടെ കുടുങ്ങിപ്പോയ ആ വ്യക്തി ആ 3 കാര്യങ്ങളിൽ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം അത് ചെയ്യാൻ ശ്രമിച്ചില്ല. രണ്ടാമത്തെ, ഈ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതും അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹം ഗത്യന്തരമില്ലാതെ അവസാനം ആ 3 കാര്യങ്ങളിൽ ഏറ്റവും ലഘുവായതെന്ന് തോന്നിയ മദ്യം കുടിക്കുക എന്നതിന് അദ്ദേഹം തയ്യാറാവുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം മദ്യം കുടിക്കുകയും അല്പം മദ്യം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മദ്യം ആവശ്യമായി വരികയും അദ്ദേഹം വീണ്ടും മദ്യം കുടിക്കുകയും അങ്ങനെ അദ്ദേഹം ആ പാത്രത്തിലെ മുഴുവൻ മദ്യവും കുടിച്ചു തീർത്തു. ആ മദ്യം കുടിച്ചു കഴിഞ്ഞപ്പോൾ ലഹരിക്കടിമയായ ആ വ്യക്തി ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് കഴിഞ്ഞ് ആ കൊച്ചുകുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, മദ്യം അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ തിന്മകളും ചെയ്യാൻ യാതൊരു മടിയും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ബാക്കി എല്ലാ തിന്മകളിലേക്കും ലവലേശം മടിയില്ലാതെ മനുഷ്യർക്ക് കടന്നു കയറാൻ കഴിയും.
ഞാൻ നേരത്തെ വായിച്ച വാർത്തകളിൽ 2 വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഒന്ന്, ലഹരിക്കടിമയായ 9ാം ക്ലാസ്സുകാരൻ കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിയെ പീഡിപ്പിച്ചു. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് കിടപ്പ് രോഗിയായ 72കാരിയായ അമ്മയെ ലഹരിക്കടിമയായ മകൻ ബലാത്സംഗം ചെയ്തു. 45കാരൻ കസ്റ്റഡിയിൽ. ഈ സംഭവങ്ങളിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ലഹരിക്കടിമയായാൽ ആ വ്യക്തിക്ക് അമ്മയെയോ സഹോദരിയെയോ മകളെയോ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചക തിരുമേനിയുടെ ആ വചനം പ്രസക്തമാകുന്നത്. പ്രവാചകർ പറയുന്നു, അൽ ഹംറു ഉമ്മുൽ ഫവാഹിഷി വഅക്ബറുൽ കബായിർ വമൻ ഷരിബൽ ഹംർ തറക സ്വലാത്ത് വബഖഅല ഉമ്മിഹി വഖാലത്തിഹി വഅമ്മത്തിഹി. മദ്യം അല്ലെങ്കിൽ ലഹരി എല്ലാ തിന്മകളുടെയും മാതാവാണ്, മഹാപാപങ്ങളിൽപ്പെട്ട ഒരു വലിയ തിന്മയുമാണ്. ആരെങ്കിലും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ തൻ്റെ മാതാവിനെയും പിതൃ സഹോദരിയെയും മാതൃ സഹോദരിയെയും വരെ വ്യഭിചരിക്കും. പ്രവാചക തിരുമേനിയുടെ ഈ വചനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലഹരികളിൽ നിന്നും നാം പിന്മാറേണ്ടതുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭാഷയിൽ അത് MDMA മാത്രമല്ല. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ വാർത്തകളിലൊക്കെ MDMA ഉപയോഗിക്കാത്ത കേവലം മദ്യം മാത്രം ഉപയോഗിച്ച വ്യക്തിയാണ് വാർദ്ധക്യത്തിൽ കഴിയുന്ന 72കാരിയായ മാതാവിനെ പോലും ബലാത്സംഗം ചെയ്യുന്നത്. അപ്പോൾ MDMA മാത്രമല്ല, എല്ലാ ലഹരികളും പ്രശ്നക്കാരാണ്. MDMA എന്ന് പറഞ്ഞാൽ മറ്റു ലഹരികളേക്കാൾ എത്രയോ കൂടുതൽ ശക്തിയുള്ള മറ്റൊന്നാണെന്ന് മാത്രം. അതുകൊണ്ട് ലഹരികളിൽ നിന്നും സമൂഹം പിന്മാറേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരി കച്ചവടം ചെയ്യുന്നവരെയോ ആളുകളുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. ചികിത്സ നൽകേണ്ടവരെ ചികിത്സിക്കേണ്ടതുണ്ട്. ചികിത്സ നൽകാൻ ശ്രമിച്ചിട്ടും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പിന്മാറാത്തവരെ നിയമ നടപടികൾക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആ വ്യക്തിക്ക് മാത്രമല്ല, സമൂഹത്തിനാകെ പ്രശ്നമാകുന്ന ഒരു സാമൂഹിക വിഭക്തായിട്ട് ഈ ലഹരി ഉപയോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല വീടുകളിൽ നിന്നും വരുന്ന വാർത്തകൾ വളരെ സങ്കടകരമാണ്. പല വീടുകളിലും മക്കൾ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് രാത്രി കിടന്നുറങ്ങണമെങ്കിൽ മക്കൾ കിടന്നുറങ്ങി ഡോറുകൾ പുറത്തു നിന്നും പൂട്ടിയെങ്കിൽ മാത്രമേ കിടന്നുറങ്ങാൻ കഴിയുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പുറത്തു പറയാതെ പലരും സങ്കടപ്പെട്ട് കഴിയുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു മാറ്റം വരണമെങ്കിൽ ലഹരിക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമല്ല, ലഹരി വിൽക്കുന്നവരും ലഹരിയുടെ പങ്ക് പറ്റുന്നവരുമെല്ലാം ഈ ക്രൂരകൃത്യങ്ങൾക്ക് കാരണക്കാരാണ്. അതുകൊണ്ട് ലഹരിയോട് നോ പറയാൻ സമൂഹത്തിന് കഴിയണം.